വളരെ ടെംപ്ലേറ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവർത്തന വിരസമായിട്ടുള്ള സ്ക്രിപ്റ്റുമായിട്ട് വന്ന ഒരു ക്ലീഷേ പ്രേതകഥയാണ് ദ കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. എനിക്ക് പേടിയും വന്നില്ല, ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. ആകെ പോസിറ്റീവ് പറയാനുള്ളത് ഇതിന്റെ ക്ലൈമാക്സിലെ കുറച്ച് സംഭവങ്ങൾ, പല ദുരന്തങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഒരുമിച്ച് ഒരേ സമയം വരുന്ന ആ സീൻ കൊള്ളാമായിരുന്നു. പിന്നെ ടെക്നിക്കലി പടം ഡീസന്റ് ആണ്. ക്യാമറ, എഡിറ്റിംഗ്, വിഷ്വൽ എഫക്ട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ഇതൊക്കെ കൊള്ളാം. പ്രത്യേകിച്ച് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ട്രോൾ ഉണ്ടായിരുന്നു, മറ്റേ ഫിലോമിന ചേച്ചിയില്ലേ പുള്ളിക്കാരുടേത്. കൊച്ചുമോൻ ഡെയിലി ഒരു സൂപ്പർ സ്റ്റാറിന്റെ പല പടങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്തിനാണെന്ന് അറിയാം എല്ലാ ദിവസവും ഒരേ പടം തന്നെ പിന്നെ കാണുന്നതെന്ന് ചോദിക്കുന്നത്. ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്കും അങ്ങനെയാണ് തോന്നുന്നത്. എന്തിനാണ് ഇവർ ഈ സെയിം കഥ തന്നെ പിന്നെ ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇറക്കുന്നതെന്ന്. ഇവർക്ക് തന്നെ ഇത് മടുക്കുകയല്ലേ. ഒരു പുതുമയില്ലാത്ത സ്ക്രിപ്റ്റ്, ആവർത്തന വിരസമായിട്ടുള്ള സംഭവങ്ങൾ, ബാധിക്കപ്പെട്ട കുടുംബവും ഫാമിലി മെമ്പേഴ്സും ആയിട്ട് പുതിയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നടീനടന്മാർ വരുന്നു എന്നതൊഴിച്ചാൽ വേറെ യാതൊരു മാറ്റവും ഇല്ല. ബാക്കി ഇതിലൊരു ചെറിയ സൈലൻസ് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാവും ഫ്രണ്ടിൽ ഒരു സാധനം ചാടി വരും, അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് പറയുന്ന ഒരു സാധനം വരും. അങ്ങനെ ഈ പടത്തിലുള്ള ജംസ്കെയർ സീനുകളൊക്കെ വളരെ പ്രെഡിക്റ്റബിൾ ആൻഡ് ക്ലീഷേ ആയിരുന്നു. പിന്നെ പടത്തിനാണെങ്കിൽ ഒടുക്കത്തെ ലെങ്തും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം നോക്കി, ഇന്റർവെൽ എപ്പോഴാകുമോ അല്ലെങ്കിൽ പടം തീരാറായോ എന്നൊക്കെ. പോരാത്തതിന് ഞാൻ കണ്ടത് 2 മണിക്കുള്ള ഷോ, അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. സോ അത്രയും ബോറാണ് ചില ഭാഗങ്ങളിൽ ഈ പടം. ഇടയ്ക്ക് മാത്രമേ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ഈ ക്ലീഷേ പ്രേതമെങ്കിലും ഒന്ന് വരുന്നുള്ളൂ.